ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ 19 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 20-ാമത്തെ ശ്ലോകം നോക്കാം. പ്രകൃതിം പുരുഷം ചൈവ വിദ്ധ്യാനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. പ്രകൃതിയും പുരുഷം ച ഏവ പുരുഷനും ഉഭൗ അപി അനാദി രണ്ടും ആദിരഹിതമാകുന്നു അഥവാ നിത്യമായതാകുന്നു എന്ന് വിദ്ധി അറിയുക. വികാരാൻ ച ഗുണാൻ ച ഏവ വികാരങ്ങളും ഗുണങ്ങളും, വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ പരിണാമങ്ങൾ, മാറ്റങ്ങൾ, ഗുണങ്ങൾ അതായത് ത്രിഗുണങ്ങൾ. ഈ വികാരങ്ങളും ഗുണങ്ങളും പ്രകൃതി സംഭവാൻ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്നവ എന്ന് വിദ്ധി അറിയുക. പ്രകൃതിയും പുരുഷനും രണ്ടും അനാദിയാണ്, ആദ്യന്തരഹിതമാണ്, നിത്യമാണ് എന്ന് അറിയുക. വികാരങ്ങളും ഗുണങ്ങളും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നവയാണ് എന്നും അറിയുക. പ്രകൃതി രഹസ്യം ആണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ശ്ലോകമാണ്. പ്രകൃതിയും പുരുഷനും ആദ്യന്തരഹിതങ്ങളാണ്, അതായത് നിത്യമായിട്ടുള്ളതാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്. എന്നാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്രകൃതി വികാരവിധേയമാണ്, അതായത് പരിണാമവിധേയമാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതുപോലെ ത്രിഗുണാത്മകവുമാണ്. സത്വ രജസ്തമോ ഗുണമയമാണ് പ്രകൃതി. എന്നാൽ പുരുഷൻ അവികാരിയും നിർഗുണനുമാണ്, അതായത് യാതൊരു മാറ്റങ്ങൾക്കും വിധേയമല്ലാത്ത ഗുണരഹിതനും നിത്യനുമാണ് പുരുഷൻ. ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറവനുസരിച്ചാണ് ജീവജാലങ്ങളിൽ വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകുന്നത്. പുരുഷനും പ്രകൃതിയും ശാശ്വതമായതാണ്. പുരുഷൻ എന്നാൽ പരമാത്മാവ്, പ്രകൃതി എന്നാൽ മൂലപ്രകൃതി. ഈ പുരുഷനും പ്രകൃതിയും ശാശ്വതമായതാണ്, പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപേ ഉള്ളതാണ്. അതായത് ഈ ബാഹ്യപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് മുൻപേ ഉള്ളതാണ്. ബാഹ്യപ്രപഞ്ചവും ജീവജാലങ്ങളും എല്ലാം അപ്രത്യക്ഷമായാലും ഇവ രണ്ടും, അതായത് പ്രകൃതിയും പുരുഷനും സൂക്ഷ്മഭാവത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അവ അഗോചരമായിരിക്കുമെന്ന് മാത്രം. ഇവ രണ്ടും രണ്ടല്ല, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ഒന്നാണ്. അതായത് പ്രകൃതിയും പുരുഷനും, മാറ്ററും എനർജിയും, ഊർജവും പദാർത്ഥവും. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഊർജവും പദാർത്ഥവും, എനർജിയും മാറ്ററും, അത് തന്നെയാണ് പുരുഷനും പ്രകൃതിയും. ഇവ രണ്ടും ഒന്നല്ല, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ഒന്നാണ്. പ്രകൃതിക്ക് രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന് സൂക്ഷ്മമായ ഭാവം, മറ്റൊന്ന് സ്ഥൂലമായ ഭാവം. സൂക്ഷ്മമായ ഭാവം അഗോചരവും സ്ഥൂലമായ ഭാവം ഗോചരവുമാകുന്നു. സൂക്ഷ്മമായ ആ ഭാവത്തിനാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്. അഗോചരമായ സൂക്ഷ്മഭാവത്തിന് മൂലപ്രകൃതി എന്ന് പറയുന്നു. ഗോചരമായ സ്ഥൂലഭാവത്തിന് ബാഹ്യപ്രകൃതി എന്നും പറയുന്നു. പരമാത്മാവിൻ്റെ ഇച്ഛ പ്രകാരമാണ് മൂലപ്രകൃതിയിൽ നിന്നും
അതായത് സൂക്ഷ്മ പ്രകൃതിയിൽ നിന്നും ബാഹ്യപ്രകൃതി അഥവാ സ്ഥൂലപ്രകൃതി, ബാഹ്യപ്രപഞ്ചം ഉത്ഭൂതമായത്. അത് പുരുഷൻ്റെ ഇച്ഛപ്രകാരമാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, ഈശ്വരൻ, ബ്രഹ്മം. ആ പരമാത്മാവിൻ്റെ ഇച്ഛപ്രകാരം മൂലപ്രകൃതിയിൽ നിന്നും, അതായത് പരമാത്മാവിൻ്റെ തന്നെ, ബ്രഹ്മത്തിൻ്റെ തന്നെ ഭാഗമായ മൂലപ്രകൃതിയിൽ നിന്നും, അതായത് അഗോചരമായ സൂക്ഷ്മഭാവത്തിലുള്ള മൂലപ്രകൃതിയിൽ നിന്നും ഗോചരമായ സ്ഥൂലപ്രകൃതിയുള്ള ആ ബാഹ്യപ്രകൃതി, സ്ഥൂലഭാവത്തിലുള്ള ബാഹ്യപ്രകൃതി, അതായത് ബാഹ്യപ്രപഞ്ചം ഉത്ഭൂതമായി. പരമാത്മ ചൈതന്യവും പ്രകൃതിയുടെ സൂക്ഷ്മാംശങ്ങളും, അതായത് മൂലപ്രകൃതിയും, സ്ഥൂലാംശങ്ങളും, അതായത് ബാഹ്യപ്രപഞ്ചവും ബാഹ്യപ്രകൃതിയും ഒത്തുചേരുന്നതാണ് സകല ജീവജാലങ്ങളും സകല പ്രപഞ്ച വസ്തുക്കളും. അതായത് ഈ പ്രകൃതി പുരുഷ സംയോഗമാണ് ഈ സകല പ്രപഞ്ചത്തിൻ്റെയും കാരണം. മൂലപ്രകൃതിയിൽ നിന്നും സൃഷ്ടിയുടെ സൂക്ഷ്മഭാവങ്ങളായ ബുദ്ധി, അഹങ്കാരം, മനസ്സ്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 തന്മാത്രകൾ, ഇവയും സ്ഥൂലഭാവങ്ങളായ പഞ്ചഭൂതങ്ങളും ഉത്ഭൂതമാകുന്നു. വളരെ ശാസ്ത്രീയമായിട്ടുള്ള നിഗമനമാണിത്. മൂലപ്രകൃതിയിൽ നിന്നും പുരുഷൻ്റെ അഥവാ ഈശ്വരൻ്റെ, പരമാത്മാവിൻ്റെ ഇച്ഛപ്രകാരം സൃഷ്ടിയുടെ സൂക്ഷ്മഭാവങ്ങളായ ബുദ്ധി, അഹങ്കാരം, അതായത് ഞാനെന്ന ഉണ്മ, മനസ്സ്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 തന്മാത്രകൾ, ഇവയും അവയെല്ലാം സൂക്ഷ്മഭാവങ്ങളാണ്. സ്ഥൂലഭാവങ്ങളായ പഞ്ചഭൂതങ്ങളും ഉത്ഭൂതമാകുന്നു. അപ്പോൾ ഈ സൂക്ഷ്മഭാവങ്ങൾ ചേർന്ന് സൂക്ഷ്മ ശരീരവും, അതിനോട് സ്ഥൂലഭാവങ്ങൾ ചേർന്ന് പഞ്ചഭൂതങ്ങൾ ചേർന്ന് സ്ഥൂല ശരീരവും ഉണ്ടാകുന്നു. അതിനോടുകൂടെ പരമാത്മസ്വരൂപനായ പുരുഷൻ്റെ അഥവാ ഈശ്വരൻ്റെ, ബ്രഹ്മത്തിൻ്റെ അംശമായ ജീവാത്മാവ് ചേരുമ്പോഴാണ് ജീവികൾ അഥവാ സൃഷ്ടികൾ ഉദയം കൊള്ളുന്നത്. ഇതാണ് ഈ സൃഷ്ടി രഹസ്യം. അതായത് ഈശ്വരൻ്റെ അഥവാ ബ്രഹ്മത്തിൻ്റെ 2 ഭാവങ്ങളാണ് പുരുഷനും പ്രകൃതിയും. പുരുഷൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ് തന്നെ, പ്രകൃതി പരമാത്മാവിൻ്റെ തന്നെ ഭാഗമാണ്. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ. ഈ പ്രകൃതിക്ക് 2 ഭാവങ്ങളുണ്ട്. ഒന്ന് ദൃഷ്ടിഗോചരമായ മൂലപ്രകൃതിയും മറ്റൊന്ന് അഗോചരമായ ബാഹ്യപ്രകൃതിയും. ഈ മൂലപ്രകൃതിയിൽ നിന്ന് ബുദ്ധി, അഹങ്കാരം ഇവ ഉണ്ടാകുന്നു. ബുദ്ധി എന്ന് പറഞ്ഞാൽ ബോധതലം, അഹങ്കാരം ഞാനെന്ന ഉണ്മ, ഞാൻ എന്ന ഒരു ഉണ്മ ഉണ്ട് എന്നുള്ള ആ ബോധം. അതിൽ നിന്നും മനസ്സുണ്ടാകുന്നു, 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടാകുന്നു, 5 കർമ്മേന്ദ്രിയങ്ങളുണ്ടാകുന്നു. ഈ കർമ്മേന്ദ്രിയങ്ങളുടെയൊക്കെ സൂക്ഷ്മഭാവമാണ് കേട്ടോ, പുറത്തേക്ക് കാണുന്നതല്ല, അതിൻ്റെയൊക്കെ സൂക്ഷ്മഭാവങ്ങൾ. അതുപോലെ തന്നെ 5 തന്മാത്രകൾ ഇവ ഉണ്ടാകുന്നു, രൂപരസഗന്ധാദികളായ തന്മാത്രകൾ. ഈ 5 തന്മാത്രകളിൽ നിന്നും പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നു. ഭൂമി, ജലം, വായു തുടങ്ങിയ പഞ്ചഭൂതങ്ങളുണ്ടാകുന്നു. ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ബാഹ്യപ്രകൃതി അഥവാ ബാഹ്യപ്രപഞ്ചം ഉണ്ടാകുന്നത്. പുരുഷൻ എന്ന പരമാത്മാവിൽ നിന്നാണ് ഈ ജീവികളിൽ ജീവാത്മാവ് ഉണ്ടാകുന്നത്. ഈ പഞ്ചഭൂത നിർമ്മിതമായ സ്ഥൂല ശരീരം, അതുപോലെ തന്നെ സൂക്ഷ്മമായ ശരീരം, അതിലേക്ക്
പരമാത്മാവിൻ്റെ ചൈതന്യമായ ജീവാത്മാവ് പ്രവേശിക്കുമ്പോഴാണ് ജീവികൾ ഉദയം കൊള്ളുന്നത്. അങ്ങനെയാണ് സൃഷ്ടി രഹസ്യം. അപ്പോൾ ജീവികളെന്ന് പറയുന്നത് ഒന്ന് സൂക്ഷ്മ ശരീരം, അദൃശ്യമായ ബുദ്ധി, അഹങ്കാരം, ഇന്ദ്രിയങ്ങൾ, തന്മാത്രകൾ, മനസ്സ് ഇവ ചേർന്ന സൂക്ഷ്മ ശരീരവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ സ്ഥൂല ശരീരവും അതിൻ്റെ കൂടെ ജീവാത്മാവും പരമാത്മാവിൻ്റെ ഭാഗമായ ജീവാത്മാവും ചേരുമ്പോൾ ജീവികളുണ്ടാകുന്നു. ഇതാണ് ആ സൃഷ്ടിയുടെ രഹസ്യം. അതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 25 തത്വങ്ങളാണത്. സൂക്ഷ്മ ശരീരം ഉൾക്കൊള്ളുന്ന ബുദ്ധി, അഹങ്കാരം, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ 5 വീതം, തന്മാത്രകൾ 5, അതിൻ്റെ കൂടെ മനസ്സ്, പിന്നെ പഞ്ചഭൂതങ്ങൾ, ജീവാത്മാവ്, ഇതെല്ലാം ചേരുമ്പോഴാണ് 25 തത്വങ്ങൾ. ജീവികളുടെ സൃഷ്ടി രഹസ്യത്തിൻ്റെ 25 തത്വങ്ങളാണ് ഇവ. ഇത് നമ്മൾ വിശദമായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു ഭാഗമാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.